നമസ്കാരം. ബിവറേജസ് ഷോപ്പിൽ മദ്യം വാങ്ങാനെത്തിയ യുവാവിന്റെ തോളിൽ മുട്ടിയതിനെ ചൊല്ലിയുണ്ടായ തർക്കത്തെ തുടർന്ന് യുവാവിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. മുട്ടുചിറ ആയാംകുടി ഭാഗത്ത് മേലേടത്ത് കുഴുപ്പിൽ വീട്ടിൽ അനുരാഗിനെയാണ് കടുത്തുരുത്തി പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇയാളും സുഹൃത്തുക്കളും ചേർന്ന് കഴിഞ്ഞ ദിവസം രാത്രി ആദിത്യപുരത്തെ ബിവറേജസ് ഷോപ്പിൽ എത്തിയ മുട്ടുചിറ സ്വദേശിയായ യുവാവിനെ ചീത്ത വിളിക്കുകയും മർദ്ദിക്കുകയും ഷേവിംഗ് ബ്ലേഡ് കൊണ്ട് ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുകയുമായിരുന്നു. യുവാവ് ബിവറേജിൽ വന്നപ്പോൾ അനുരാഗിന്റെ കൂടെയുണ്ടായിരുന്ന ആളുടെ ദേഹത്ത് മുട്ടിയിരുന്നു. തുടർന്ന് ഇയാൾ യുവാവിനെ ചീത്ത വിളിച്ചത് യുവാവ് ചോദ്യം ചെയ്തിരുന്നു. ഇതിലുള്ള വിരോധം മൂലം ഇവർ സംഘം ചേർന്ന് എത്തി യുവാവിനെ ആക്രമിക്കുകയായിരുന്നു. കടുത്തുരുത്തി സ്റ്റേഷൻ SHK ധനപാലൻ, SIമാരായ ശരണ്യ S ദേവൻ, സജി ജോസഫ്, CPK മധു എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കടുത്തുരുത്തി സ്റ്റേഷനിൽ ഒട്ടേറെ ക്രിമിനൽ കേസുകൾ ഇയാളുടെ പേരിലുണ്ട്. അതേസമയം പാലക്കാട് നിന്ന് വരുന്ന മറ്റൊരു വാർത്ത, വനമേഖലയായ പാടഗിരി പോലീസ് സ്റ്റേഷനിൽ അവധി ചോദിച്ച സിവിൽ പോലീസ് ഓഫീസറെ ഭീഷണിപ്പെടുത്തുകയും ബൈക്കിന്റെ താക്കോൽ ബലമായി പിടിച്ചു വാങ്ങുകയും ചെയ്ത് ഇൻസ്പെക്ടർ. മറ്റു പോലീസുകാരുടെ മുന്നിൽ വെച്ച് അവഹേളിച്ച് താക്കോൽ കൊണ്ടുപോയതോടെ പോലീസുകാരൻ പെരുമഴയത്ത് 1 മണിക്കൂറിലേറെ തന്റെ ബൈക്കിൽ സ്റ്റേഷന് മുന്നിൽ ഇരുന്നു. നെല്ലിയാമ്പതി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസ് ജോസഫ് ഉൾപ്പെടെയുള്ളവർ വിവരമറിഞ്ഞെത്തി. വന്യമൃഗശല്യം ഏറെയുള്ള ദുർഘട പ്രവർത്തന മേഖലയായ പാടഗിരിയിൽ തുടർച്ചയായ പ്രവർത്തനം മൂലം തളർന്ന പോലീസുകാരൻ 10 ദിവസത്തെ അവധി ചോദിച്ചിരുന്നു. എന്നാൽ അവധി തരില്ലെന്ന് ഇൻസ്പെക്ടർ പറഞ്ഞു. മെഡിക്കൽ അവധി എടുക്കാമെന്ന് പറഞ്ഞിറങ്ങിയ ഉദ്യോഗസ്ഥന്റെ പിന്നാലെ സർക്കിൾ ഇൻസ്പെക്ടർ ചെന്നു. താനാണ് സ്റ്റേഷൻ ചുമതലയെന്നും അനുസരിച്ചില്ലെങ്കിൽ പണി തരുമെന്നും പറഞ്ഞു. താൻ വെറും പീറ പോലീസാണ് എന്നും പറഞ്ഞത്രേ. അങ്ങനെ പറയരുതെന്നും 2 പേരും PSC പരീക്ഷ എഴുതി വന്നതാണെന്നും തസ്തിക മാത്രമേ മാറ്റമുള്ളൂവെന്നും പോലീസുകാരൻ പറഞ്ഞതോടെ വാക്കേറ്റമായി. തുടർന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ഇടപെട്ടത്. സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥരെത്തി ജില്ലാ പോലീസ് മേധാവിയുമായി സംസാരിച്ച ശേഷമാണ് പോലീസുകാരനെ വിട്ടയച്ചത്. സംഭവത്തിൽ ഔദ്യോഗിക അന്വേഷണം നടക്കുന്നുണ്ട്.